ഡിയേഴ്സ്, കേളി പുഷ്പം നോവൽ തുടരുന്നു. ഞാൻ നിന്റെ മുനീർക്കയാണ്. നിങ്ങൾ നാട്ടിൽ വന്നോ? മുനീറിനോട് തെറ്റി സ്വന്തം വീട്ടിൽ താമസിക്കുകയായിരുന്ന ഭാര്യ ഷാഹിന അയാൾക്കൊപ്പം വന്ന് താമസിക്കാൻ സമ്മതിച്ചു. മുനീർ ഷാഹിനയെയും തന്റെ 2 മക്കളെയും വിളിച്ച് വീട്ടിലേക്ക് പോന്നു. അങ്ങനെ ഒരു വൈകുന്നേരം മുനീർ രഹനയെ വിളിച്ചു. ഒന്നും അറിയാത്ത പാവൻ രഹന ഫോൺ എടുത്തു. ഹലോ മുനീറിക്ക, നിന്റെ കയ്യിൽ പൈസയുണ്ടോ? നിങ്ങൾക്ക് എത്രയാ വേണ്ടത്? ഒരു 14,000 കിട്ടുമോ? അത്രയും എന്റെ കയ്യിലില്ല. ബാങ്കിൽ പോയാ കിട്ടില്ലേ? ഞാനൊന്ന് ആലോചിക്കട്ടെ. എനിക്ക് കാശ് നാളെ കിട്ടണം. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ മതി. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ രഹന ദിനചര്യകൾക്ക് ശേഷം ജോലിക്ക് പോകാൻ റെഡിയായി വീട്ടിൽ നിന്നിറങ്ങി. ബാങ്കിൽ ചെന്ന് അവിടെ നിന്ന് പൈസ എടുത്ത് മുനീറിന് കൊടുത്തു. രഹന മുനീറിനെ വിളിച്ചു. മുനീർ ഫോൺ എടുത്തു. ഹലോ ഡിയർ, ഞാനൊരു കാര്യം അറിയാൻ വിളിച്ചതാണ്, രഹന പറഞ്ഞു. എന്ത് കാര്യം? എന്നാ നമ്മുടെ കല്യാണം? വന്നയുടൻ തന്നെ കല്യാണമോ? മുനീറിന്റെ സ്വരം അല്പം ദേഷ്യത്തിലായിരുന്നു. വന്നിട്ട് 2 മാസം കഴിഞ്ഞില്ലേ? കല്യാണമൊക്കെ നടക്കും. അത് എന്നാണ് എന്റെ ചോദ്യം. തല കല്ലാക്കാതെ വെച്ചിട്ട് പോടി. മുനീറിന്റെ ഈ സ്വരം കേട്ട രഹന ഫോൺ വെച്ചു. മുനീറിന്റെ ഭാര്യ ഷാഹിന രഹനയെ കാണാൻ വന്നു. നിങ്ങൾ ആരാണ്? എന്തിനാണ് എന്നെ കാണാൻ വന്നത്? രഹന ഷാഹിനയോട് ചോദിച്ചു. നമുക്ക് ആ പുഴക്കരയിൽ നിന്ന് സംസാരിക്കാം, വരൂ എന്റെ കൂടെ, ഷാഹിന പറഞ്ഞു. രഹന ഷാഹിനയുടെ കൂടെ പുഴക്കരയിലേക്ക് നടന്നു. എന്റെ പേര് ഷാഹിന, മുനീറിന്റെ വൈഫാണ്. അല്പനേരത്തെ മൗനത്തിനു ശേഷം ഷാഹിന പറഞ്ഞു. ഏത് മുനീറിന്റെ? എന്റെ മുനീർക്കയുടെയോ? അതെ. നിങ്ങൾ നുണ പറയുകയാണ്. എന്റെ മുനീറിക്ക എന്നെ ചതിക്കില്ല. രഹന, യാഥാർത്ഥ്യം ഉൾക്കൊള്ളണം. ഞാൻ മുനീറിന്റെ ഭാര്യയാണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. അതിൽ ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. മൂത്തവന് 5 വയസ്സായി, രണ്ടാമത്തവന് 3. ഇതാ നോക്ക്. മൊബൈലിലെ തന്റെ കുടുംബചിത്രം രഹനക്ക് കാണിച്ചു കൊടുത്തു ഷാഹിന. രഹന പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുഴക്കരയിൽ ഇരുന്നു. ഒരു ദിവസം പത്രം നോക്കിയ രഹന ഒരു അഗ്രികൾച്ചർ